ഡിയേഴ്സ്, നമുക്കിന്ന് മീശപ്പുലിമല ബേസ് ക്യാമ്പിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഏകദേശം ഉച്ചയോടെയാണ് നമ്മൾ ക്യാമ്പിലെത്തിയത്. പക്ഷേ ഉച്ച സമയമാണെങ്കിലും നമുക്ക് ചൂടൊന്നായിരുന്നില്ല, സുഖമുള്ളൊരു തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഫീൽ ചെയ്തത്. ഏകദേശം 6000 അടി ഉയരത്തിലാണ് മീശപ്പുലിമല ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോഴേ ദൂരെ ഇങ്ങനെ കൂണുകൾ പോലെ ടെൻറ്റുകൾ കണ്ടപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ആദ്യമായിട്ടാണ് ടെൻറ്റിലെ താമസം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ കൂടെയുള്ള പലരും അത് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടെൻറ്റ് കണ്ടപാട് എല്ലാവരും വേഗം അങ്ങോട്ട് ഓടി. അപ്പം നമുക്ക് ലഗേജസ് ഒക്കെ വെച്ചിട്ട് തിരിച്ചിറങ്ങുകയാണ് ടെൻറ്റിൽ. ഒരു ടെൻറ്റിൽ 2 പേർക്ക് വീതമാണ് പഴയ ടെൻറ്റിൽ നിൽക്കാൻ പറ്റുന്നത്. പിന്നെ താഴെയുള്ള ടെൻറ്റിൽ ഒരു ടെൻറ്റിൽ 3 പേർക്ക് വീതം കിടക്കാൻ സാധിക്കും. രാത്രി നമുക്ക് വേറെ സ്ലീപ്പിംഗ് ബാഗ് അവർ തരും കേട്ടോ. അപ്പോൾ നമ്മൾ ലഗേജസ് ഒക്കെ അവിടെ വെച്ചു. അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വിളിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ ആയിരുന്നു ഫുഡ്, പക്ഷേ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അതിനേക്കാളും നന്നായിട്ട് തോന്നിയത് അവർക്ക് നമ്മളോടുള്ള ഒരു സമീപനമാണ് കേട്ടോ. നമ്മളൊരു ബന്ധുവീടുകളിലൊക്കെ ചെന്ന പോലെ ഒട്ടും അപരിചിതത്വമൊന്നും ഇല്ലാതെ സ്നേഹത്തോടെ അവർ നമ്മളെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കുറിഞ്ഞിവാലി വെള്ളച്ചാട്ടം കാണാൻ പോകാനുള്ള അറിയിപ്പ് വന്നു കേട്ടോ. അപ്പോൾ കുറിഞ്ഞിവാലി വെള്ളച്ചാട്ടം ഈ ക്യാമ്പിൽ നിന്നൊരു 2.5 കിലോമീറ്റർ ദൂരത്തിലാണ് പോകാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ പ്രണയമാണ് യാത്രയുടെ ടീമിൻ്റെ കൂടെ പോകുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു സൗകര്യമാണ് കേട്ടോ, കുറിഞ്ഞിവാലി വെള്ളച്ചാട്ടം കാണാൻ പോകാന്നുള്ളത്. അപ്പം ഞങ്ങളുടെ കൂടെ വഴികാട്ടിയായിട്ട് നമ്മുടെ ക്യാമ്പിൽ നിന്ന് ചുടലണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ വടികളൊക്കെ വെട്ടിത്തന്നത്. അപ്പോൾ അമ്മാളുമൊക്കെ ആദ്യം തന്നെ എനർജറ്റിക്കായിട്ട് നല്ല ഉഷാറായിട്ട് കയറി. നമുക്ക് തുടക്കത്തിൽ ഈ ഫുഡ് കഴിഞ്ഞ ഉടനെയും കൂടെ ആയതുകൊണ്ട് കയറുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തുടക്കത്തിലൊക്കെ തോന്നി. അപ്പോൾ ഈ വടികളുടെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ അന്നേരം വിചാരിച്ചെങ്കിലും ഇത് ശരിക്കും ഒരു സാഹസിക യാത്രയാണ്. വളരെ ചെരിഞ്ഞ വഴികളിലൂടെ ഒക്കെ നമുക്കിങ്ങനെ കയറി പോകാനുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും ഞാനും ഒരു വടി കുത്തിപ്പിടിച്ചു. അപ്പോൾ സുരേഷേട്ടൻ എന്നെ ഇങ്ങനെ ട്രോളുന്നുണ്ടായിരുന്നു, കാട്ടിനുള്ളിലൂടെ ഒരു മുത്തശ്ശി ഇങ്ങനെ വടിയും കുത്തി വരുന്നു എന്നൊക്കെ. പക്ഷേ ഈ വടി നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് കേട്ടോ. നമ്മൾ ഈ ചെരിഞ്ഞ പ്രതലത്തിലൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്തൊക്കെ, വഴികളിലൂടെയൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ആ അറ്റം കൂർത്ത വടി ഇങ്ങനെ കുത്തിപ്പിടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബലം കിട്ടും. അപ്പോൾ അതെന്തായാലും ഞാൻ അതുകൊണ്ട് കളഞ്ഞില്ല, അങ്ങനെ തന്നെ പിടിച്ചിട്ട് നടന്നു. പിന്നെ അത്യാവശ്യം സാഹസികമായ ഒരു യാത്ര തന്നെയാണിത്. കുറേ ചെരിഞ്ഞ വഴികളും പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴികളൊക്കെ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ കായികക്ഷമതയൊക്കെ നമുക്ക് ഒരു അഭിമാനം തോന്നുന്ന രീതിയിൽ നമുക്ക് നടക്കാൻ പറ്റിയ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു യാത്രയായിരുന്നു അത് കേട്ടോ. ഇങ്ങനെ നുഴഞ്ഞിട്ടും മരങ്ങളുടെ ഇടയിൽ കൂടെ നുഴഞ്ഞിട്ടും ചാടി കടന്നിട്ടും അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന കുറേ പേര് കുറേ മുന്നിലായി, അവരെ കൂക്കി വിളിച്ചിട്ടൊന്നും പിന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ എന്തായാലും കുറച്ച് പേര് സാവധാനം തന്നെ പുറകിൽ നടന്നു. അപ്പോൾ പരസ്പരം പരിചയപ്പെട്ടു നടക്കുന്ന സമയത്ത്. പിന്നെ മുന്നിലെ വഴികൾ ഈ ഒരു വഴി തന്നെ കാണുന്നുള്ളൂ. അപ്പോൾ ഇതന്നെ ആയിരിക്കും എന്നുള്ള ഉറപ്പിൽ ഞങ്ങളിങ്ങനെ തന്നെ നടന്നു കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് രസകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ നടത്തെന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് അപകടകരമായ വഴികളാണ്, ഒന്ന് ശ്രദ്ധിച്ച് നടക്കണം. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ആയിട്ട് ആ ഒരു ഉണർവ് വന്നു കേട്ടോ. ശരിക്കും വെള്ളച്ചാട്ടം കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഉണർവും ഉന്മേഷമൊക്കെ വന്ന പോലെ തോന്നി. കാരണം അതുവരെയുള്ള യാത്രേൻ്റെ ക്ഷീണം പിന്നെ ബാക്കി കയറിയതിൻ്റെ ക്ഷീണമൊക്കെ എല്ലാവരും മറന്നുപോയി. വെള്ളത്തിലിറങ്ങിയപ്പോഴാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. പിന്നെ നമുക്കിവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചേഞ്ചിങ് ഷെഡൊക്കെ മീൻസ് ടെൻറ്റൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും വെള്ളത്തിലിറങ്ങി. അപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ നന്നായിട്ട് കുളിച്ചു, ചിലരൊക്കെ ഒന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകി മാറി നിന്നു. പക്ഷെ എന്നാലും ആ ഒരു വെള്ളം ഒന്ന് സ്പർശിച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കില്ല എല്ലാ സൗകര്യവും ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ബാവ, ഉദിൻ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ക്യാമ്പ് ഫയർ അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുളിരുള്ള രാത്രി ഇങ്ങനെ ചുറ്റിലും വന്ന് നമ്മളെ പൊതിയുന്ന സമയത്ത് നമുക്ക് സൗഹൃദത്തിൻ്റെ ഊഷ്മളത പകർന്നുകൊണ്ട് ക്യാമ്പ് ഫയർ ഇങ്ങനെ മുന്നിൽ ജ്വലിച്ച് നിൽക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അതൊരു വേറെ വൈബായിരുന്നു കേട്ടോ. ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയ സമയം കൊണ്ട് പാടാനറിയില്ലെങ്കിലും എന്തൊക്കെയോ പാടി. പിന്നെ ഫോറസ്റ്റ് ഗാർഡ് പ്രഭുവിൻ്റെ വിജ്ഞാനപ്രദമായ നല്ലൊരു ക്ലാസ് കേട്ട് നമ്മൾ നാളെ കാണാൻ പോകുന്ന കാഴ്ചകളെപ്പറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ച് കാടിനെപ്പറ്റി, മലയെപ്പറ്റി, അങ്ങനെ ഒരുപാട് വന്യജീവികളെ പറ്റിയൊക്കെയുള്ള ഒരുപാട് അറിവുകളൊക്കെ മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ച് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയ ആ ഒരു സംതൃപ്തിയിൽ, നിർവൃതിയിൽ നമ്മളെല്ലാവരും ഉറക്കത്തിന് പുൽകാൻ പോയി. അങ്ങനെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു അത്.